ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ജനുവരി മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നത്. ജനുവരി മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ കാര്യങ്ങൾ നമ്മൾ നോക്കിയായിരുന്നു. രണ്ടാമത്തെ ആഴ്ചയിലെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ്. അതായത് ജനുവരി 20 തൊട്ട് 26 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സമയം ഒട്ടും കളയില്ല, വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്: വിച്ച് സ്റ്റേറ്റ് ലോഞ്ച്ഡ് ദ ലഡ്കി ബഹിൻ സ്കീം? ലഡ്കി ബഹിൻ സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ള സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ഒരു ക്ലൂ തരാം. ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. വ്യവസായികമായിട്ട് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ്. അതുകൊണ്ടാണല്ലോ ഇന്ത്യയുടെ പവർ ഹൗസ് എന്ന് വിളിക്കാനുള്ള കാരണം. ഏതാണെന്ന് അറിയാമോ? മഹാരാഷ്ട്രയാണ് കേട്ടോ. അപ്പോൾ മഹാരാഷ്ട്ര ലോഞ്ച്ഡ് ദ ലഡ്കി ബഹിൻ സ്കീം. മഹാരാഷ്ട്രയെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? ഇന്ത്യയുടെ പവർ ഹൗസ് ആണ്, വ്യവസായികമായിട്ട് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ്, ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള സംസ്ഥാനമാണ്. അതുപോലെ തന്നെ അവിടെ ബുദ്ധമതക്കാർ ഏറ്റവും കൂടുതൽ ഉണ്ടാവുള്ളൊരു സംസ്ഥാനമാണ്. ബുദ്ധമതക്കാർ മാത്രമല്ല, പാഴ്സി മതക്കാരും ജൈന മതക്കാരും എല്ലാം അവിടെ കൂടുതലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സംസ്ഥാനമാണ്. ജനസംഖ്യ കൂടെ ഉണ്ടാകുന്ന സംസ്ഥാനമാണ്. സംസ്ഥാന അസംബ്ലി ഹാളിൽ മൊബൈൽ ഫോൺ നിരോധിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഔദ്യോഗിക ചിത്രശലഭത്തെ പ്രഖ്യാപിച്ച സംസ്ഥാനം അത് മഹാരാഷ്ട്ര തന്നെയാണ്. ഔദ്യോഗിക ചിത്രശലഭം എന്ന് പറയുന്നത് ബ്ലൂ മോർമോൺ ആണ്. ഓക്കെ, അവിടുത്തെ ഒഫീഷ്യലായിട്ട് അവർക്കൊരു ബട്ടർഫ്ലൈ ഉണ്ട്. ഏതാണ്? ബ്ലൂ മോർമോൺ ആണ്. നിലവിൽ വന്ന വർഷം 1960 മെയ് 1 തലസ്ഥാനം മുംബൈ ആണ്. സംസ്ഥാന മൃഗം ഇന്ത്യൻ ജയന്റ് സ്ക്വാറലാണ്. സംസ്ഥാന പക്ഷി യെല്ലോ ഫൂട്ടഡ് ഗ്രീൻ പീജിയൻ ആണ്. സംസ്ഥാന പുഷ്പം ജരുളാണ്. അവരുടെ ഔദ്യോഗിക ചിത്രശലഭത്തിന്റെ പേരെന്താണ്? ബ്ലൂ മോർമോൺ എന്നാണ്. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള സംസ്ഥാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ നഗരവാസികളുള്ള സംസ്ഥാനമാണ്. അൽഫോൺസോ മാമ്പഴം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ്. നമ്മൾ പറഞ്ഞല്ലോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അത് മഹാരാഷ്ട്രയാണെന്ന് പറഞ്ഞു. എന്നാൽ കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കാറ്റിൽ നിന്നും ചോദിക്കുകയാണെങ്കിൽ അത് തമിഴ്നാടാണ് കേട്ടോ. എന്നാൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയാണ്. ആധാർ കാർഡ് ബാങ്കിലൂടെ ബന്ധിപ്പിച്ച് ശമ്പളം നൽകിയ ആദ്യ സംസ്ഥാനവും ഇത് തന്നെയാണ്, മഹാരാഷ്ട്ര തന്നെയാണ്. നിയമസഭയിൽ ഓൺലൈൻ വഴി ചോദ്യങ്ങൾ ഉന്നയിക്കാൻ അവസരം നൽകിയ ആദ്യ സംസ്ഥാനവും ഇത് തന്നെയാണ്, മഹാരാഷ്ട്ര തന്നെയാണ്. മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ മുംബൈ ആണെന്ന് പറഞ്ഞു അല്ലെ. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണ് മുംബൈ. അതുപോലെ തന്നെ വ്യവസായിക തലസ്ഥാനവും മുംബൈ തന്നെയാണ്. ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്നതാണ് മുംബൈ അല്ലെ. 7 ദ്വീപുകളുടെ നഗരമാണ് മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരവും മുംബൈ തന്നെയാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന നഗരവും മുംബൈയിൽ തന്നെയാണ്. അപ്പോൾ സാമ്പത്തിക തലസ്ഥാനം, വ്യവസായിക തലസ്ഥാനം, ഇന്ത്യയുടെ കവാടം, 7 ദ്വീപുകളുടെ നഗരം, ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരം, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന നഗരവും എല്ലാം എന്ത് തന്നെയാണ്? മുംബൈ തന്നെയാണ് അല്ലേ. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം: ഹു വോൺ ദ വിമൻസ് വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ്? അതായത് ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗത്തിൽ ജേതാവായത് ആരാണ് എന്നാണ് ചോദ്യം. ഹു വോൺ വിമൻസ് വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ്? ഇന്ത്യക്കാരിയാണ്. ഇന്ത്യയുടെ കൊനേരു ഹംപിയാണ് ജേതാവായത്. ഓക്കെ, ന്യൂയോർക്കിലാണ് മത്സരം നടന്നത്. ന്യൂയോർക്കിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ 11 റൗണ്ടിൽ നിന്ന് 8.5 പോയിന്റ് നേടിയാണ് ഹംപി ജേതാവായത്. കൊനേരു ഹംപിയുടെ 2ാം ലോക റാപ്പിഡ് ചെസ് കിരീടമാണ് കേട്ടോ അത്. 2019 ഹംപി ഇതിനു മുൻപ് ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. 15 മിനിറ്റ് സമയക്രമത്തിലുള്ള വേഗ ചെസ് മത്സരമാണ് ഈ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത്. ഒന്നിലധികം തവണ ലോക റാപ്പിഡ് ചെസ് കിരീടം നേടുന്ന 2ാമത്തെ വനിതയാണ് 37കാരിയിട്ടുള്ള ആര്? കൊനേരു ഹംപി. ഓക്കെ, ചൈനയുടെ ഡിങ് ലിറിനെ തോൽപ്പിച്ച് കൗമാര താരം ഡി ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യൻ ആയതിനു പിന്നാലെയാണ് ലോക ചെസ്സിൽ വീണ്ടും ഒരു ഇന്ത്യൻ താരത്തിന്റെ കിരീടം നേട്ടം കേട്ടോ. റഷ്യയുടെ വൊളോദാർ മുർസിനാണ് ഓപ്പൺ വിഭാഗത്തിലെ ചാമ്പ്യനായത്. പരാജയം അറിയാതെ കളിച്ച ഈ 18കാരൻ 13 റൗണ്ടിൽ നിന്ന് 10 പോയിന്റ് നേടി. ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 2ാമത്തെ ലോക റാപ്പിഡ് ചാമ്പ്യനാണ് മുർസിൻ എന്ന് പറയുന്നത്. അപ്പം റഷ്യയുടെ വൊളോദാർ മുർസിനാണ് ഓപ്പൺ വിഭാഗത്തിലെ ചാമ്പ്യനായിട്ടുള്ളത്. അപ്പോൾ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗത്തിൽ ആരാണ്? നമ്മുടെ കൊനേരു ഹംപിയാണ് അല്ലെ. ഇന്ത്യയുടെ കൊനേരു ഹംപിയാണ്. എത്ര വയസ്സാണ്? 37 വയസ്സാണ്. എത്രാം തവണയാണ്? 2ാം തവണയാണ്. ഇതിനു മുൻപ് എപ്പോഴാണ് നേടിയത്? 2019 ഹംപി ഇതിനു മുൻപ് ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം: ഹു വാസ് ദ ഫസ്റ്റ് അമേരിക്കൻ പ്രസിഡന്റ് ടു ലിവ് ടു ദ ഏജ് ഓഫ് 100? അതായത് 100 വയസ്സ് വരെ ജീവിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് എന്നാണ് ചോദ്യം. 100 വയസ്സ് വരെ ജീവിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്?
ജിമ്മി കാർട്ടറാണ്. മുൻ അമേരിക്കൻ പ്രസിഡന്റും സമാധാന നോബൽ പുരസ്കാര ജേതാവുമാണ് ആര്? ജിമ്മി കാർട്ടർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് 100 വയസ്സാണ്. ഡിസംബർ 30-നാണ് അദ്ദേഹം അന്തരിച്ചത്. 2024 ഡിസംബർ 30-നാണ് അദ്ദേഹം അന്തരിച്ചത്. അന്തരിക്കുമ്പോൾ അദ്ദേഹത്തിന് എത്രയാണ് വയസ്സ്? 100 വയസ്സാണ്. അമേരിക്കയുടെ 39ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ജിമ്മി കാർട്ടർ. 100 വയസ്സ് വരെ ജീവിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ് അല്ലെ അദ്ദേഹം. ഡെമോക്രാറ്റ് പാർട്ടി നേതാവായിരുന്ന കാർട്ടർ 1977 മുതൽ 1981 വരെയായിരുന്നു US പ്രസിഡന്റ് ആയത് കേട്ടോ. രാജ്യാന്തര സംഘർഷങ്ങളിലെ മധ്യസ്ഥ ഇടപെടലുകൾക്കും സമാധാന ശ്രമങ്ങൾക്കുമായി 2002-ലാണ് ജിമ്മി കാർട്ടറിന് സമാധാന നോബൽ സമ്മാനം ലഭിച്ചത്. അപ്പോൾ മുൻ അമേരിക്കൻ പ്രസിഡന്റും സമാധാന നോബൽ പുരസ്കാര ജേതാവുമായിട്ടുള്ള ജിമ്മി കാർട്ടർ എത്ര വയസ്സാണ്? 100 വയസ്സാണ്. അദ്ദേഹം അന്തരിച്ചത് ഡിസംബർ 30-നാണ്. അപ്പോൾ 100 വയസ്സുവരെ ജീവിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ആര് മാറിയിരിക്കുകയാണ്? ജിമ്മി കാർട്ടർ മാറിയിരിക്കുകയാണ്. അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം, ഹു ഈസ് ദ യങ്ങസ്റ്റ് റെസിപ്പന്റ് ഓഫ് ഖേൽ രത്ന അവാർഡ്? അതായത് ഖേൽ രത്ന പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? അടുത്തിടെ ലോക ചെസ് ചാമ്പ്യൻ ആയിട്ടുള്ള ആരാണ്? ഡി ഗുഗേഷ് ആണ്. 18 വയസ്സ് മാത്രമുള്ള ഡി ഗുഗേഷ് ആണ് ആര്? യങ്ങസ്റ്റ് റെസിപ്പന്റ് ഓഫ് ഖേൽ രത്ന അവാർഡ്. അതായത് ഖേൽ രത്ന പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിട്ട് ആര് മാറിയിരിക്കുകയാണ്? ലോക ചെസ് ചാമ്പ്യൻ ആയിട്ടുള്ള ഡി ഗുഗേഷ് മാറിയിരിക്കുകയാണ്. ഇതിന് മുൻപ് ആരായിരുന്നു? ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്ര ആയിരുന്നു. അദ്ദേഹത്തിന് 18 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹവും ഖേൽ രത്ന അവാർഡ് വാങ്ങുന്നത്. എന്നാൽ അദ്ദേഹത്തിന് 18 വയസ്സും 10 മാസവുമായിരുന്നു. എന്നാൽ ഗുഗേഷിന് 18 വയസ്സും 7 മാസവും 20 ദിവസവുമാണ് പ്രായം. അങ്ങനെ ഗുഗേഷ് അഭിനവ് ബിന്ദ്രയുടെ റെക്കോർഡ് മറികടന്നിരിക്കുകയാണ്. 18 വർഷം 7 മാസം 20 ദിവസമാണ് ഖേൽ രത്ന നേടുമ്പോൾ ഗുഗേഷിന്റെ പ്രായം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം ഏജ് ഓഫ് അഭിനവ് ബിന്ദ്രയായി അല്ലെ. മേജർ ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? ലോക ചെസ് ചാമ്പ്യനായിട്ടുള്ള ഡി ഗുഗേഷ്, പാരീസ് ഒളിമ്പിക്സിലെ ഇരട്ട മെഡൽ ജേതാവ് മനു ഭാക്കർ, ഇന്ത്യൻ ഹോക്കി ക്യാപ്റ്റൻ ഹർമൻ പ്രീത് സിംഗ്, പാരാ അത്ലറ്റിക് പ്രവീൺ കുമാർ എന്നിവർ രാജ്യത്തെ പരമോന്നത കായിക ബഹുമതി ആയിട്ടുള്ള മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരത്തിന് അർഹരായിരിക്കുകയാണ്. 25 ലക്ഷം രൂപ വീതമാണ് സമ്മാനം. ഓക്കെ, മനു ഭാക്കർ ആരാണ്? പാരീസ് ഒളിമ്പിക്സിൽ 2 വെങ്കലം നേടിയ വനിതാ ഷൂട്ടിംഗ് താരമാണ് അല്ലെ മനു ഭാക്കർ. ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച താരമാരാണ്? ഹർമൻ പ്രീത് സിംഗ് ആണ്. പാരീസ് പാരാലിമ്പിക്സിൽ ഹൈജമ്പ് T64 ഇനത്തില് സ്വർണ്ണം നേടിയ അത്ലറ്റാണ് പ്രവീൺ കുമാർ. മലയാളി നീന്തൽ താരം സജൻ പ്രകാശിന് അർജുന അവാർഡും ബാഡ്മിന്റൺ കോച്ച് AS മുരളീധരൻ മികച്ച പരിശീലനമുള്ള ദ്രോണാചാര്യ ആജീവാനന്ദ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 15 ലക്ഷം രൂപ വീതമാണ് സമ്മാനത്തുക. സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യന്റെ അധ്യക്ഷതയിലുള്ള 12-അംഗ സമിതിയാണ് അവാർഡിനുള്ള ശുപാർശകൾ കായിക മന്ത്രാലയത്തിന്റെ അന്തിമ പരിഗണനയ്ക്ക് നൽകിയത്. അർജുന അവാർഡ് നേടിയ 32 പേരിൽ 17 പേരും പാരാ അത്ലറ്റുകളാണ്. ആജീവാനന്ദ മികവിനുള്ള അർജുന അവാർഡിന് സുജാ സിംഗ്, മുരളീകാന്ത് രാജാറാം പേദ്കർ എന്നിവർ അർഹരായിട്ടുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം, വിച്ച് ഇയർ ഈസ് കൺസിഡർഡ് ടു ബി ദ ഹോട്ടസ്റ്റ് ഇയർ ഇൻ ഇന്ത്യ? അതായത് ഇന്ത്യയിലെ ഏറ്റവും ചൂടേറിയ വർഷമായിട്ട് കണക്കാക്കപ്പെടുന്ന വർഷം ഏതാണ് എന്നാണ് ചോദ്യം. ഏറ്റവും ചൂടേറിയ വർഷം ഏതായിരുന്നു? 2024 കേട്ടോ. ഇന്ത്യയിൽ 124 വർഷത്തിനിടെ ഏറ്റവും അധികം ചൂട് അനുഭവപ്പെട്ട വർഷമായിട്ട് 2024 മാറിയിരിക്കുകയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ 1901 മുതലുള്ള കണക്ക് പ്രകാരം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് 2024-ലാണ്. ചരിത്രത്തിൽ ഒക്ടോബറിൽ ഏറ്റവും അധികം ചൂട് അനുഭവപ്പെട്ടതും കഴിഞ്ഞ വർഷമാണ്. 2016-ലായിരുന്നു ഇതിനു മുൻപ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത്. എന്നാൽ 2024 വരെ ശരാശരി താപനില എന്ന് പറയുന്നത് 25.75 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. 2016-നെ അപേക്ഷിച്ച് 0.11 ഡിഗ്രി സെൽഷ്യസ് 2024 കൂടുതലായിരുന്നു. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും ചൂടേറിയ വർഷമായിട്ട് 2024 മാറിയിരിക്കുകയാണ്. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം, ഇൻ ഹൂസ് ഹോണർ ഹാസ് ദ ഹിമാചൽ പ്രദേശ് ഗവൺമെന്റ് റീനെയിംഡ് ദ ഹിമാചൽ പ്രദേശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ HIPA. HIPA എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിമാചൽ പ്രദേശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെ. ആരുടെ ബഹുമാനാർത്ഥമാണ് ഹിമാചൽ പ്രദേശ് ഗവൺമെന്റ് റീനെയിം ചെയ്തത്? റീനെയിം ചെയ്ത് ആരുടെ ബഹുമാനാർത്ഥമാണ്? എന്താണ്? ആരുടെ ഓണർ ബേസിസിലാണ്? ആരുടെയാണ്? മൻമോഹൻ സിംഗ്. ഓക്കെ,
അദ്ദേഹത്തിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലയളവ് എപ്പോൾ തൊട്ട് എപ്പോൾ വരെയാണ്? 2004 തൊട്ട് 2014 വരെയായിരുന്നു അല്ലേ. സിഖ് മതത്തിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ആര്? ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത്. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രധാനമന്ത്രി പദവിയിലെത്തിയ ഏക വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അപ്പൊ ആദ്യം പ്രതിപക്ഷ നേതാവായിരുന്നു, അതിനുശേഷം പ്രധാനമന്ത്രി പദവിയിലെത്തിയ ഏക വ്യക്തി ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. റിസർവ് ബാങ്ക് ഗവർണർ പദവിയിലിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയിലെ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണ നയങ്ങൾ എന്നിവ നടപ്പിലാക്കിയ ധനകാര്യമന്ത്രിയും ആര് തന്നെയായിരുന്നു? ഡോക്ടർ മൻമോഹൻ സിംഗ് തന്നെയായിരുന്നു അല്ലെ. ലോക്സഭയിൽ ഒരിക്കൽ പോലും അംഗമായിട്ടില്ലാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. 2008 മുംബൈ ഭീകരാക്രമണം നടന്ന സമയത്തെ പ്രധാനമന്ത്രിയായിരുന്നു. 1985-87 കാലഘട്ടത്തിൽ അദ്ദേഹം പ്ലാനിംഗ് കമ്മീഷന് ഡെപ്യൂട്ടി ചെയർമാനായിട്ട് പ്രവർത്തിച്ചിരുന്നു. കൂട്ടുമന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ ആദ്യ കോൺഗ്രസ് പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗിനെ കുറിച്ച് സഞ്ജയ് ബാരു എഴുതിയൊരു പുസ്തകമാണ് ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്നുള്ള പുസ്തകം. ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്നൊരു പുസ്തകം ആരെക്കുറിച്ച് എഴുതിയതാണ്? ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ച് സഞ്ജയ് ബാരു എഴുതിയ പുസ്തകമാണ് ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ആരംഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ആരംഭിച്ചത് 2006 കേട്ടോ. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന പ്രധാനമന്ത്രിയും ആര് തന്നെയാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് തന്നെയാണ് 2005. അപ്പൊ 2006 നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ആരംഭിച്ചത്. 2005 വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം. വെർ വാസ് ഇന്ത്യാസ് ഫസ്റ്റ് കേബിൾ സ്റ്റേഡ് റെയിൽവേ ബ്രിഡ്ജ് ഇനാഗുറേറ്റഡ്? വെർ വാസ് ഇന്ത്യാസ് ഫസ്റ്റ് കേബിൾ സ്റ്റേഡ് റെയിൽവേ ബ്രിഡ്ജ് ഇനാഗുറേറ്റഡ്? ദ റൈറ്റ് ആൻസർ ഈസ് ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ, ജമ്മു ആൻഡ് കാശ്മീരിലാണ് കേബിൾ സ്റ്റേഡ് റെയിൽവേ ബ്രിഡ്ജ് ഇനാഗുറേറ്റ് ചെയ്തത്. എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ജമ്മു കാശ്മീർ പറയുമ്പോൾ എന്ത് കാര്യമാണ് ഓർമ്മ വരുന്നത്? 2019 ഓഗസ്റ്റ് 5 രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ഉത്തരവിലൂടെ ആർട്ടിക്കിൾ 370(35)(a) പ്രകാരം ജമ്മു കാശ്മീരിൽ ലഭ്യമായിരുന്ന പ്രത്യേക വ്യവസ്ഥകൾ റദ്ദാക്കിയിരുന്നു അല്ലെ. ഇത് പ്രകാരം ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി നഷ്ടമാവുകയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് ലഡാക്ക്, ജമ്മു കാശ്മീർ വിഭജിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ സംസ്ഥാന പദവി നഷ്ടപ്പെടുകയും കേന്ദ്രഭരണ പ്രദേശമായി മാറുകയും ചെയ്ത ആദ്യ സംസ്ഥാനം ഏതാണത്? ജമ്മു കാശ്മീരാണ് അല്ലെ. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. ഇൻ വിച്ച് സിറ്റി ഇസ് ദ 18th പ്രവാസി ഭാരതി ദിവസ് ബീങ് ഓർഗനൈസ്ഡ്? ഏത് സിറ്റിയിലാണ് 18th പ്രവാസി ഭാരതീയ ദിവസ് ഓർഗനൈസ് ചെയ്തിട്ടുള്ള? ഏത് സിറ്റിയിലാണെന്നാണ് ചോദ്യം. ഏത് സിറ്റിയിലാണ്? റൈറ്റ് ആൻസർ ഇസ് ഭുവനേശ്വർ. പ്രാചീന കാലത്ത് കലിംഗ, ഉത്കല എന്ന പേരുകൾ അറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഒഡീഷ അല്ലെ. ഒഡീഷയുടെ ക്യാപിറ്റലാണ് ഇത്? ഭുവനേശ്വർ എന്ന് പറയുന്നത്. ഒഡീഷയുടെ തലസ്ഥാന നഗരമാണ് അല്ലെ ഭുവനേശ്വർ. ക്ഷേത്ര നഗരം അല്ലെങ്കിൽ കത്തീഡ്രൽ സിറ്റി എന്നറിയപ്പെടുന്ന നഗരമാണ് ഇത്? ഭുവനേശ്വർ. ഒഡീഷയുടെ ഏറ്റവും വലിയ നഗരം ഭുവനേശ്വർ തന്നെയാണ്. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ, അതായത് പൂർവ്വ തീര റെയിൽവേയുടെ ആസ്ഥാനം ഏതാണ്? ഭുവനേശ്വർ തന്നെയാണ്. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. Who inaugurated the പ്രവാസി ഭാരതി ദിവസ് 2025? ആരാണ് പ്രവാസി ഭാരതീയ ദിവസ് ഇനാഗുറേറ്റ് ചെയ്തത്? ആരാണ് എന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് നരേന്ദ്രമോദി. ഓക്കെ, നരേന്ദ്രമോദി ഇനാഗുറേറ്റഡ് ദ പ്രവാസി ഭാരതീയ ദിവസ് 2025. നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. നെഹ്റുവിനെ കൂടാതെ പാർലമെന്റിൽ ആദ്യമായിട്ട് അംഗമാവുകയും പ്രധാനമന്ത്രിയാവുകയും ചെയ്ത വ്യക്തിയാണ്. പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. 2001 മുതൽ 2014 വരെ ഗുജറാത്തിലെ മുഖ്യമന്ത്രി പദം വഹിച്ച വ്യക്തിയായിരുന്നു. 2001 മുതൽ 2014 വരെ ഗുജറാത്തിലെ മുഖ്യമന്ത്രി പദം വഹിച്ച വ്യക്തിയാണ് നരേന്ദ്രമോദിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം, 10ാമത്തെ ചോദ്യം. ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ 2025 ഈസ് സെലിബ്രേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ 2025 സെലിബ്രേറ്റ് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. 3 തലസ്ഥാനങ്ങളുള്ള സംസ്ഥാനമാണ് അല്ലെ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത്. 3 തലസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ, ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ ജുഡീഷ്യറി ക്യാപിറ്റൽ. എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യനിർവഹണ തലസ്ഥാനം, അതേതാണ്? വിശാഖപട്ടണമാണ് അല്ലെ. നിയമനിർമ്മാണ തലസ്ഥാനം, അതാണ് ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അമരാവതിയാണ് അല്ലെ. ജുഡീഷ്യറി ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? നീതിന്യായ തലസ്ഥാനം, കുർണൂൽ. അപ്പോൾ ആന്ധ്രാപ്രദേശിന് 3 തലസ്ഥാനങ്ങളാണ്.
വിശാഖപട്ടണം, അമരാവതി, കുർണൂല് അല്ലെ. കാര്യനിർവഹണ തലസ്ഥാനമാണ് വിശാഖപട്ടണം, നിയമനിർമ്മാണ തലസ്ഥാനമാണ് അമരാവതി, നീതിന്യായ തലസ്ഥാനമാണ് കുർണൂൽ. എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ വിശാഖപട്ടണം, ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ അമരാവതി, ജുഡീഷ്യറി ക്യാപിറ്റൽ കുർണൂൽ. ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും ഏത് തന്നെയാണ്? ആന്ധ്രാപ്രദേശ് തന്നെയാണ്. ഏതാണ് സംസ്ഥാന മൃഗം? കൃഷ്ണമൃഗമാണ് സംസ്ഥാന പക്ഷി. റോസ് റിങ്സ് ആണ് സംസ്ഥാന വൃക്ഷം. വേപ്പാണ് സംസ്ഥാന പുഷ്പം. മുല്ലയാണ് അല്ലെ ആന്ധ്രാപ്രദേശിന്റെ. ഓക്കെ, അപ്പൊ നമ്മൾ ജനുവരി മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിൽ ജനുവരി 20 തൊട്ട് 26 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയത്. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേൺ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.